കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം ചിന്തിച്ചു വന്നത് ശൂന്യമായ പടക് നിറഞ്ഞു എന്ന്, ശൂന്യമായിരുന്ന വല കീറാറാകുവോളം മീൻ നിറഞ്ഞു എന്ന്. കർത്താവിന് സ്തോത്രം. ഇത് പ്രത്യാശയുടെ ഒരു സന്ദേശമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ശൂന്യതയോടുകൂടെ വരുന്നവരെ നിറയ്ക്കുന്നവനാണ് കർത്താവ്. ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ ശൂന്യതയോടെ വരുന്നവരെ മാത്രം നിറയ്ക്കും എന്നുള്ള ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്. അതുമുണ്ട്. പക്ഷേ ആത്മീയമായും സ്പിരിച്വലി നമ്മെ ഫില്ല് ചെയ്യാൻ കർത്താവിന് കഴിയും. മാത്രമല്ല ശരീര സംബന്ധമായും ഫിസിക്കലി, മാനസികമായി, മെൻ്റലി, ആത്മീയമായി, സ്പിരിച്വലി, ഈ 3 മേഖലകളിലും നമ്മെ നിറയ്ക്കാൻ യേശുക്രിസ്തുവിന് കഴിയും. അത് കേവലം പത്രോസിന്റെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു സംഭവമായിട്ടല്ല. യേശുക്രിസ്തു തന്റെ പരശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളിലെല്ലാം കർത്താവ് നിറയ്ക്കുകയായിരുന്നു. സൗഖ്യം കൊണ്ട് നിറച്ചു, സമാധാനം കൊണ്ട് നിറച്ചു, പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊണ്ട് കർത്താവ് അവരുടെ ഹൃദയത്തെ നിറച്ചു, സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹം കൊണ്ട് അവരുടെ ഹൃദയം നിറച്ചു, ഒറ്റപ്പെട്ടു പോയവരെ തന്റെ സാമീപ്യം കൊണ്ട് കർത്താവ് നിറച്ചു. നിറയ്ക്കുന്നവനാണ് ക്രിസ്തു. ശൂന്യതകൾ മാറ്റുന്നവനാണ് ക്രിസ്തു. ശൂന്യതകൾ മാറ്റി നിറവ് തരുന്നവനാണ് ക്രിസ്തു. അത് നമുക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമല്ല. യേശുക്രിസ്തു ശീമോൻ പത്രോസിനോടാണ് സംസാരിച്ചത്. ശീമോനോടാണ് പറഞ്ഞത്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവേനെന്ന്. പക്ഷേ അനുഗ്രഹം കിട്ടിയപ്പോൾ ശീമോനും കൂട്ടാളികൾക്കും അനുഗ്രഹം കിട്ടി. അതെ, ഒരാൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ വ്യക്തി മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടാണ് കർത്താവ് കാണുന്നത്. മകനെ, നീ ഒരാൾ യേശു മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നീയും നിന്റെ കുടുംബവും നീ ആയിരിക്കുന്ന സമൂഹവും നിന്റെ ദേശവും പോരാ, അതിന് ലിമിറ്റേഷൻസ് ഇല്ല. അനേകായിരങ്ങൾ അനുഗ്രഹിക്കപ്പെടാനിടയാകും. നാം കേൾക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഒരു മനുഷ്യനിൽ ജീവുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്ന് ആ ഒരു വ്യക്തിയിലൂടെ കർത്താവ് ഏതെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അനേകരെ സന്ദർശിക്കുന്നു, അനേകരെ അനുഗ്രഹിക്കുന്നു. ഇത് വലിയൊരു സത്യമാണ്. നാം ഒരാൾ കർത്താവിലേക്ക് വരുമ്പോൾ നാം മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവിടെ തീരുന്നില്ല. മകനെ, നീ ആയിരിക്കുന്ന സ്ഥാപനം അനുഗ്രഹിക്കപ്പെടും. മകളെ, നീ ആയിരിക്കുന്ന നിന്റെ കുടുംബം മാത്രമല്ല, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടും, നീ പോകുന്നതായ സമൂഹം അനുഗ്രഹിക്കപ്പെടും, നിന്റെ അയൽക്കാർ അനുഗ്രഹിക്കപ്പെടും, നിന്റെ നാട് അനുഗ്രഹിക്കപ്പെടും, നിന്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടും. ലോക രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയും തേജസ്സും നിറഞ്ഞ ദൈവമക്കൾ അനേകരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഒരൊറ്റ ദിവസത്തെ ആരാധനയിൽ 30 ലക്ഷം പേര് കടന്നു വരുന്ന കൂട്ടായ്മകളെ കുറിച്ച് ഞാൻ കേൾക്കുവാനും വായിക്കാനും മനസ്സിലാക്കാനിടയായി. അവിടെ പ്രധാന ശുശ്രൂഷകൻ ദൈവജനത്തെ പോയി പ്രാർത്ഥിക്കുന്നത് വാഹനത്തിലാണ്. കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വലിയ ജനാവലികൾ. ആ ഒരാളുടെ സമർപ്പണത്തിൽ നിന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നു. 3 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുമുള്ള അത്രയും വലിയ ചർച്ചുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കൂടിയ വരവുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനു പറയണം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചയായ സൗത്ത് കൊറിയയിലുള്ള പോൾ യോങ്കിച്ചോ, ഡേവിഡ് യോഗിച്ചോ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹത്തിന്റെ ചർച്ചിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. അനേകം ദൈവദാസന്മാരിലൂടെ സ്വർഗത്തിലെ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ കർത്താവ് വിളിക്കുമ്പോൾ അവനെ മാത്രമല്ല, അവന്റെ കുടുംബത്തെയും വിളിക്കുന്നു. പ്രിയ മകളെ, നിന്നെ കർത്താവ് വിളിക്കുമ്പോൾ നിന്റെ മദ്യപാനിയായി ഭർത്താവിനെയും കർത്താവ് കാണുന്നുണ്ട്. വഴിതെറ്റി നടക്കുന്ന നിന്റെ മക്കളെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. നീ ഒരാൾ കർത്താവിന്റെ കരങ്ങളിൽ ലഭിച്ചാൽ, കർത്താവിന്റെ കരങ്ങളിൽ അവൈലബിൾ ആയാൽ, നിന്നിൽ തന്റെ ശക്തി വെളിപ്പെടുത്തും ദൈവം. ഒരു മോശയാണ് കർത്താവ് വിളിച്ചത് 600,000 വിടുതലിന്. ഒരു അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത് ജാതികളുടെ പിതാവായി. ഇങ്ങനെ നോക്കിയാൽ കാലാകാലങ്ങളിൽ ഓരോ വ്യക്തികളെ ദൈവം വിളിക്കുന്നു, ഓരോ കുടുംബങ്ങളെ കർത്താവ് വേർതിരിക്കുന്നു. എന്തിന്? ദൈവം തൻ്റെ ശക്തി അവരിലൂടെ വെളിപ്പെടുത്തി, അവരിലൂടെ തൻ്റെ കൃപ വെളിപ്പെടുത്തി അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ.
അതുകൊണ്ട് നാം ഒരാൾ രക്ഷയിലേക്ക് വരുമ്പോൾ നാം മാത്രം രക്ഷപ്പെടുക എന്നുള്ള സ്വാർത്ഥതയല്ല നാം ചിന്തിക്കേണ്ടത്. കർത്താവെ, എന്നിലൂടെ അനേക ആത്മാക്കൾ രക്ഷപ്പെടാൻ ഇടയാകണം, അനേക കുടുംബങ്ങൾ സ്വർഗമാകാൻ ഇടയാകണം, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നാഥ എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു, കർത്താവിന് വേലയ്ക്കായി തരുന്നു, കർത്താവിന് മൗത്വത്തിനായി തരുന്നു. പത്രോസ് ക്രിസ്തുവിന്റെ വചനമനുസരിച്ച്, യേശുവിന്റെ വചനമനുസരിച്ച് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ പത്രോസ് പോലും വിചാരിച്ചോ ഇത്രയൊക്കെ സംഭവിക്കുമെന്ന്? വിചാരിച്ചില്ല. കൂടെയുള്ളവർ വിചാരിച്ചോ? അവരും വിചാരിച്ചില്ല. എന്നാൽ ഒരു പത്രോസ് ഇറങ്ങിയപ്പോൾ പത്രോസിന്റെ കൂട്ടാളികളും ഇറങ്ങി. ഒരു പത്രോസ് അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ കൂടെയുള്ളവർക്കും അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം. എത്രയോ ഉന്നതരായ ആളുകൾ, ഒരുപക്ഷെ അവർ നിസ്സാരതയിൽ കഴിഞ്ഞവര് കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിച്ചപ്പോൾ, ഞാൻ പറയുന്നത് ആത്മീയമായും ഭൗതികമായും അനേകരെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന അനുഭവത്തിലേക്ക് അവരെ കർത്താവ് നയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊരു കൊതിയുണ്ടോ? കർത്താവെ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മാതാപിതാക്കളും അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള ഒരു ചെറിയ ഇടുങ്ങിയ ചിന്തയല്ല. കർത്താവെ, ഞാൻ മുഖാന്തരം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം, അനേകായിരങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ജില്ല അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ സംസ്ഥാനം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടണം, ലോക രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ വിശാലമായ ചിന്തകൾ നാം ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് ആ പോസിറ്റീവ് തിങ്കിങ്ങോടെ നാം മുന്നോട്ട് ഇറങ്ങിയാൽ ദൈവം നമ്മെ വഴി നടത്തും. വില്യം കേറി എന്ന ഉന്നതനായ മനുഷ്യൻ ഇപ്രകാരം, ദൈവദാസൻ ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞു, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആൻഡ് ഡു ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിൽ നിന്നും വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുക. യൗവനക്കാര, പ്രിയ മകളെ, പ്രിയ സഹോദര, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വലിയവയ്ക്കായിട്ടാണ്. നിന്റെ ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. മകനെ, നീ നന്നായി നിന്നാൽ, നീ ശരിയായി നിന്നാൽ, നീ തീയായി നിന്നാൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നാൽ, നിന്നിലൂടെ അനേകായിരങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തും, രക്ഷയിലേക്ക് വരും, നിത്യ സ്വർഗത്തിന്റെ അവകാശികളായി തീരും. അതാണ് നമ്മെക്കുറിച്ചുള്ള സ്വർഗത്തിന്റെ ആഗ്രഹം. കർത്താവിന്റെ വചനം പറയുന്നു, പത്രോസ്ലീഹായിലൂടെ തന്നെ ആ ജീവനുള്ള ദൈവം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തലൻ പറയുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ലോകം നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് അറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പത്രോസ്ലീഹ അനുഭവത്തിലൂടെ പറയുകയാണ്, ആത്മാവിന്റെ തേജസ്സോടെ പറയുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലോകത്തിന് വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ജീവിതം കളയരുത്. ചെറിയവയ്ക്ക് വേണ്ടി ജീവിച്ച് ജീവിതം കളയരുത്. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ്. വലിയവ പ്രതീക്ഷിക്കുക, വലിയവയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക. ഏതാണ് ഏറ്റവും വലുത്? യേശുക്രിസ്തുവിന്റെ വേലയിൽ അപ്പുറത്തേക്ക് വലിയവ എന്തുണ്ട്? ഒന്നുമില്ല. ജസ്റ്റ് വൺ ലൈഫ്. ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് എലോൺ വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മകനെ, നീ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, എന്തെല്ലാം നേടിയാലും, നീ ഡോക്ടറേറ്റുകൾ പലത് സമ്പാദിച്ചാലും, നിന്റെ ജീവിതത്തിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചാലും, എന്തെല്ലാം നേടിയാലും, പ്രശസ്തി നേടിയാലും, എല്ലാം നേടിയാലും ഒന്നേ നിലനിൽക്കുകയുള്ളൂ, യേശുവിന് വേണ്ടി ചെയ്യുന്നത്. യേശുവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടുക, സ്വർഗരാജ്യത്തിന് വേണ്ടി അനേകരെ ഒരുക്കുക. അതിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കുക. ഈ നല്ല സമയം യേശുവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കൂ പ്രിയരെ. യേശുവിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കൂ. നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് ദൈവം തന്ന ടാലന്റുകൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സ്വാധീനം, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ വാഹനങ്ങൾ, നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ, നിങ്ങളുടെ ഭാവി തലമുറകൾ, എല്ലാം ക്രിസ്തുവിന്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുക. നഷ്ടമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. എല്ലാം ലാഭമാണ്. കൂലി അവൻ്റെ കയ്യിലും പ്രതിഫലം അവൻ്റെ പക്കലുമുണ്ട്. പടകം നിറച്ചു തരും. ഹല്ലേലൂയ. ഓ മകനെ, നിന്റെ ആത്മാവിൽ നിറയെ നിനക്ക് സന്തോഷം തരും, ആത്മ നിറവ് തരും, കൃപാവരങ്ങളുടെ നിറവ് തരും. ഒന്നും തീർന്നു പോയിട്ടില്ല. എല്ലാ നിറവിൻ്റെ നിറവും തന്ന് മകനെ നിന്നെ ഈ ഭൂമിയിൽ ഒരു അത്ഭുതമാക്കി കർത്താവ് തീർക്കും. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? നിറയ്ക്കുന്നവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുക. ഹല്ലേലൂയ. ഈ നല്ല സമയം അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കൂ. യേശുവേ, എൻ്റെ ജീവിതം ഇന്ന് ശൂന്യമാണ്, ശൂന്യമായ പടകാണ്, ശൂന്യമായ ഹൃദയമാണ്, ശൂന്യമായ ജീവിതമാണ്, ശൂന്യമായ പേഴ്സാണ്. എന്നാൽ നാഥ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. കൊടുക്കൂ, അവൻ നിറയ്ക്കും.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ ഞങ്ങൾ എന്നും ദൈവജനത്തോട് അഡ്വൈസ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ പോകുന്ന പ്രാർത്ഥനാ കൂട്ടത്തിലോ നിങ്ങൾ മുഴങ്കാൽ മടക്കി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയും കർത്താവ് കേൾക്കും. നിങ്ങൾക്കും പറയാം, എൻ്റെ പ്രാർത്ഥന യേശു കേട്ടു എന്നൊരു സാക്ഷ്യം പറയാനുള്ള അവസരം നിങ്ങൾക്കും കിട്ടും. അല്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ മറുപടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.